ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഒരു 4 പിലോപ്പി എടുത്തിട്ടുണ്ട്. നമ്മളിത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ശരിക്കും വാഴയിലയിൽ നമ്മൾ ചൂടാൻ പോവുകയാണ്. അങ്ങനെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇന്ന് മസാല നമുക്കത് കൂട്ടിയെടുക്കാം. ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മിക്സ് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. അങ്ങനെ മസാല ഈ രീതിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നോക്കാം. അകവും പുറവും ഉൾവശവും എല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ വാഴയിലിൽ പൊതിഞ്ഞിട്ട് പകുതി വേവാക്കി എടുക്കും. പാനടുപ്പിൽ വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഇതാക്കി കൊടുത്തു. ഇനി നമുക്ക് പകുതി വേവാക്കി ഈ മീൻ ഒന്ന് വേവിച്ചെടുക്കാം. മസാല ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 സവാള, ഒരു 2 തക്കാളി, കുറച്ച് കറിവേപ്പില, ഇങ്ങനെ വഴറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാം. ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട്. ഒരു 2 സ്പൂണ് മുളക് പൊടിയിടാം. ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മസാല ഒന്നിങ്ങനെ വാഴയിൽ വെച്ചൊന്ന് നിരത്തുക. അതിനുശേഷം പകുതി വേവാ വെച്ചിരിക്കുന്ന മീൻ ഇതിന് പുറത്ത് വെക്കാം. വീണ്ടും മസാല വെച്ച് ഒന്നും കൂടെ ഇതിന് മുകളിൽ പൊതിയാം. നല്ല വൃത്തിയാക്കി പൊതിഞ്ഞ ശേഷം നമ്മൾ വാഴയില, വാട്ടിയ വാഴയില അരിക്കണേ, ഈ രീതിയിൽ അങ്ങോട്ട് പൊതിയും. എന്നിട്ട് വാഴ നാരിട്ട് നല്ല രീതിയിൽ നമ്മളൊന്ന് കെട്ടിയതിന് ശേഷം പാനിൽ വെച്ച് വേവിച്ചെടുക്കും. സെറ്റായി കേട്ടോ, ഈ രീതിയിൽ കിട്ടണം കേട്ടോ. ഇനി നമുക്ക് പാനിലേക്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചു കൊടുത്ത് ഒരു മീഡിയം തീയിൽ നല്ല രീതിയിൽ പൊള്ളിച്ചെടുക്കും. ഇതൊന്ന് കൂട്ടി നോക്കണം എൻ്റെ കൂട്ടുകാരെ, എന്നാ ഒരു രുചിയാണെന്നറിയോ. വീണ്ടും 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 കൂട്ടാൻ തോന്നുന്നു. അത്ര നല്ല ടേസ്റ്റ് അത്. ഈ രീതിയിൽ വെച്ചിട്ട് മീഡിയം തീയിൽ പൊള്ളിച്ചെടുക്കും. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എരിവും മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാ. പാനിലിട്ടിട്ട് പകുതി വേവേ പാടുള്ളേ. അത് കഴിഞ്ഞിട്ട് വാഴയിലിൽ വെച്ചിട്ട് മസാലയൊക്കെ ഇട്ട് പൊതിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നല്ല രീതിയിൽ പൊള്ളിച്ചെടുക്കേണ്ടത്. മീഡിയം തീയിൽ വേണം പൊള്ളിച്ചെടുക്കാൻ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നോക്കണേ.